ഹലോ, അപ്പം ഞാനിന്ന് നാട്ടിലേക്ക് പോവുകയാണ്. വേറെ ആരും വരുന്നില്ല. പിള്ളേർക്ക് പ്രീ ബോർഡ് ആയതുകൊണ്ട് അവർ വന്നില്ല. ചേട്ടൻ വരണമെന്ന് പറഞ്ഞ് നിന്നിരുന്നതാണ്. പിന്നെ സ്കൂളിൻ്റെ അടുത്തേക്ക് താമസം മാറുകയാണ്. അവർ ട്യൂഷൻ കിട്ടാനായിട്ട് സ്കൂളിൻ്റെ അടുത്ത് മാത്രമേ ഉള്ളൂ ട്യൂഷൻ. അപ്പോൾ അതുകൊണ്ട് അവരങ്ങോട്ട് താമസം മാറുകയാണ്. അതുകൊണ്ട് ഏട്ടൻ പോകുന്നില്ല. അപ്പം ഞാനും വിഷ്ണുവും കൂടിയാണ് എയർപോർട്ടിലേക്ക് പോകുന്നത്. ചേട്ടൻ കൊണ്ടാക്കാൻ വന്നില്ല. 4 മണിക്കായിരുന്നു ഫ്ലൈറ്റ്. അപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് അങ്ങനെ യാത്ര പറഞ്ഞ് ഇറങ്ങുകയാണ്. പിന്നെ എല്ലാവർക്കും ഒരു വിഷമമുണ്ട്, കല്യാണമാണല്ലോ. അപ്പോൾ കല്യാണത്തിന് വരാൻ പറ്റാത്തതിൽ ഒരു സങ്കടമൊക്കെ ഉണ്ട് അവർക്ക്. പിന്നെ എന്താ ചെയ്യുക, ടൺട്ടായി പോയില്ല. അല്ലാന്നുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് പോകാമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു രക്ഷയില്ലാത്തതായിപ്പോയി. അങ്ങനെ ഞാൻ മാത്രമാണ് പോണത്. അപ്പോൾ ഞങ്ങളിത് എയർപോർട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അവിടെ നിന്ന് 2 നല്ല ഫ്രണ്ട്സിനെ കിട്ടിയിട്ടാണ്. ഇതുവരെയുള്ള യാത്രയിൽ കിട്ടാത്ത പോലത്തെ 2 ഫ്രണ്ട്സിനെ കിട്ടി. അപ്പോൾ ഒരാൾ വാടാനപ്പള്ളിയിലാണ്, ഒരാൾ ശ്രീനാരായണപുരം അങ്ങനെയാണ് പറഞ്ഞത്. അങ്ങനെ അപ്പോൾ ഒരാളുടെ നമ്പർ വാങ്ങിച്ചു, ഒരാളുടെ നമ്പർ വാങ്ങിക്കാൻ ഞാൻ വിട്ടുപോയി. അപ്പോൾ ഇതൊക്കെയായിരുന്നു പോകുന്ന വീഡിയോ ആണ് ഈ കാണുന്നത്. അപ്പം ഞങ്ങൾ വെയിറ്റിങ്ങിലാണ് ഫ്ലൈറ്റിന്. ഞങ്ങൾ ട്രാവലിംഗ് ഇപ്പൊ ദുബായി ഇറങ്ങാൻ പോയി, അങ്ങനെ കറക്കമുണ്ട്. ദുബായി പോയിട്ട് ഒരാഴ്ച ഉണ്ടായി. മാമന്റെ മോനുണ്ട്, ചേട്ടന്റെ, ഷാർജയിൽ. പിന്നെ ഫ്ലൈറ്റിലാണെങ്കിൽ ഒട്ടും തിരക്കില്ലായിരുന്നു. ഞാൻ ആദ്യം സീറ്റ് കണ്ടെത്തിയിരുന്നപ്പോൾ വിചാരിച്ചു ഭയങ്കര തിരക്കാണ്. ഞാൻ 2 പേരുടെ മിഡിൽ സീറ്റാണ് എനിക്ക് കിട്ടിയിരുന്നത്. അപ്പോൾ ഇങ്ങനെ ശ്വാസം മുട്ടിയിരിക്കുകയായിരുന്നു. പക്ഷേ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യണേക്ക് മുമ്പ് തന്നെ സീറ്റ് ചേഞ്ച് ചെയ്തിരുന്നു. ഞങ്ങൾ അവിടെ എയർപോർട്ടിൽ വെച്ച് പരിചയപ്പെട്ട ഞങ്ങൾ 2 പേരും കൂടി ഒരു സീറ്റിലിരുന്നു. ഒട്ടും തിരക്കില്ലായിരുന്നു, ഓരോരുത്തർക്കും ഓരോ സീറ്റിലിരിക്കാം, അങ്ങനെയായിരുന്നു. അങ്ങനെ നല്ലൊരു യാത്രയായിരുന്നു കേട്ടോ. അതൊട്ടും ബോറടിക്കാത്തൊരു യാത്രയായിരുന്നു. അല്ലെങ്കിൽ 3 മണിക്കൂർ ഇങ്ങനെ കുത്തിപ്പിടിച്ചിരുന്ന് അപ്പുറത്തിരിക്കണവരൊന്നും സംസാരിക്കുകയില്ല, അങ്ങനെ ആയിരിക്കുള്ളൂ. അപ്പോൾ ഇപ്പോൾ 1-2 പ്രാവശ്യമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ എല്ലാവരും കമ്പനിയായിട്ടുള്ള 1-2 പേരെയൊക്കെ കിട്ടി. അങ്ങനെ രസമായിരുന്നു യാത്ര. അങ്ങനെ ഞങ്ങളതേ കൊച്ചിയിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട്. ലാൻഡ് ചെയ്തപ്പോൾ ഏകദേശം 8:30-9 മണിയൊക്കെ ആയെന്ന് തോന്നുന്നുണ്ട്. നൈറ്റായിരുന്നു. പിന്നെ എന്നെ പിക്ക് ചെയ്യാൻ വന്നത് ആൻറ്റിയുടെ മോനാണ്. ആൻറ്റിയുടെ മോൻ ഹലോ അയ്യോ, നമ്പർ വാങ്ങിച്ചില്ല. 4:30 പോന്നപ്പോ. ഞാനപ്പോ ഓർക്കായിരുന്നു UK എന്നൊക്കെ വരുന്നവര് എങ്ങനെയാണാവോ അല്ലേ? 11 മണിക്കൂറല്ലേ? ഡയറക്റ്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ അതിൽ കൂടുതലുണ്ട്, 10-18 മണിക്കൂർ ഡയറക്റ്റ് ഉണ്ടോ? ഡയറക്റ്റ് ഇപ്പൊ കൊച്ചിക്ക് ഉണ്ട്, എയർ ഇന്ത്യയുടെ ഉണ്ട്. അത് ഇപ്പൊ ഒരു 5-6 മാസമുള്ള ഡയറക്റ്റ് തുടങ്ങിയിട്ട്. അന്ന് കൊടുത്തല്ലോ. അപ്പോൾ ഞങ്ങൾ ആൻറ്റിയുടെ വീട്ടിലെത്തി. അപ്പോൾ ഇതാണ് എൻ്റെ ആൻറ്റിയുടെ മോൻ. ഇത് ആൻറ്റിയുടെ മോളുടെ ഹസ്ബൻഡും കുട്ടിയാണ് കേട്ടോ. അപ്പോൾ ആൻറ്റിയുടെ മോള് UK-യിലാണ്, അങ്കിളാണ് ഇരിക്കുന്നത്. പിന്നെ ആൻറ്റിയാണത്. അപ്പം എൻ്റെ ചെറിയ ആൻറ്റി, കുഞ്ഞാൻറ്റി എന്നാണ് ഞാൻ വിളിക്കുന്നത്.
അപ്പോൾ ഞാൻ ആൻറ്റിയുടെ വീട്ടിലേക്കാണ് അന്ന് വന്നത്. പിന്നെ ഞാൻ വന്ന വഴി വാങ്ങിച്ചിട്ട് വന്നതാണ് കേട്ടോ. ഇത് ഷാമ്പെയിനാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി അത് കുറേശ്ശെ കഴിച്ച്. അപ്പോൾ നല്ലതായിരുന്നു, നല്ല സാധനമായിരുന്നു കേട്ടോ അത്. പിന്നെന്താ പറയുക, ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു. ഞങ്ങളന്ന് സംസാരമൊക്കെ കഴിഞ്ഞ് കടന്നപ്പോൾ 3 മണിയായി. അങ്ങനെ അടിച്ചു പൊളിച്ചൊരു രസം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നാട്ടിലെത്തിയിട്ടുള്ള വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി കല്യാണത്തിൻ്റെ വിശേഷങ്ങളായിട്ട് വരാം. 2 ദിവസത്തിനുള്ളിൽ കല്യാണം ഉണ്ടാവും. അതിനുള്ളിൽ പുടവ കൊടുക്കൽ അങ്ങനെയുള്ള ചടങ്ങുകളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാം വീഡിയോയിൽ ഉൾപ്പെടുത്തണം എന്ന് വിചാരിക്കുന്നു. പിന്നെ നാട്ടിലെത്തി കഴിഞ്ഞാൽ പിന്നെ വേറൊരു ഇതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിള്ളേരും ഇല്ലാത്ത കാരണം ഒരു ടെൻഷൻ ഉണ്ടാവാറുണ്ട് എനിക്ക്. അപ്പോൾ നോക്കി നോക്കാം എന്തൊക്കെയാവുമെന്ന്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.